ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും കൂടിയിട്ട് നമ്മുടെ അബുദാബിയിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ടെമ്പിൾ, അതായത് ബാറ്റ്സ് ഹിന്ദു മന്ദിർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെമ്പിൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടെമ്പിൾ കാണാൻ കുറേ നാളായി പോകണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റാറില്ല. പക്ഷേ ഇപ്പം എല്ലാം കൊണ്ട് ഒത്തു വന്നു. അങ്ങനെ ഇന്ന് പോകാൻ വിചാരിക്കുവാണ്. ഇപ്പോൾ രാവിലെ തന്നെ അതുകൊണ്ട് എഴുന്നേറ്റു. കാരണം 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ കാരണം രാവിലെ എഴുന്നേറ്റ് ഒരു 7:30 സമയമാകുമ്പോൾ എഴുന്നേറ്റെന്ന് തോന്നുന്നു. ഞാൻ 7:30-8 മണിക്കുള്ളിൽ എഴുന്നേറ്റു. എന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. കുഞ്ഞിൻ്റെ പാത്രങ്ങളൊക്കെ ആദ്യം ഞാൻ അത് ചെയ്യും കേട്ടോ. എഴുന്നേറ്റ പാടെ കുഞ്ഞിൻ്റെ പാത്രമെല്ലാം കഴുകി, കുപ്പിയെല്ലാം ഫീഡിങ് ബോട്ടിലെല്ലാം കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചു. അതിനുശേഷം മോൾക്കുള്ള ചൂടുവെള്ളം കൊടുക്കാറുണ്ട്. അപ്പം ചൂടുവെള്ളമെല്ലാം തിളപ്പിച്ചു. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മീമീൻ്റെ ബ്രഷാണ് യൂസ് ചെയ്യുന്നത് കുഞ്ഞിൻ്റെ ബോട്ടിലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. അത് വൈഡ് മൗത്ത് ആയിട്ടുള്ള ബ്രഷാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുപ്പീൻ്റെ ഉൾവശം മൊത്തം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. മറ്റേ സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈ ഉള്ളിലോട്ട് കടത്തി ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കാരണം ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഈ മീമീൻ്റെ ഈ ഒരു ബ്രഷ്. ഞാനിവിടെ അത് കാണിക്കാം. ഇതാണ് ആ മീമീൻ്റെ ബ്രഷ്. ഞാൻ ഇതിപ്പം ഇവള് ജനിച്ച തൊട്ടേ ഞാൻ ഇങ്ങനത്തെ സെയിം മീമീൻ്റെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 2-3 മന്ത് ആകുമ്പോൾ ഞാനത് മാറ്റും. അങ്ങനെ സെയിം ബ്രാൻഡ് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ രാവിലെ കുഞ്ഞിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കളഞ്ഞു. തലേ ദിവസം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉഴുന്ന് ദോശയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ദോശ ചുടനാനി. പിന്നെ കടലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ ഞാൻ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കടല. അപ്പോൾ അത് ഈ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞറിഞ്ഞു പെട്ടെന്ന്. അപ്പം പോയി കുഞ്ഞിനെ കുറച്ച് നേരം എടുത്ത് വന്നു. അപ്പോൾ കുറച്ചും കൂടി ടൈം പോയി. പിന്നെ ഏട്ടൻ്റെ അടുത്ത് കുഞ്ഞിനെ കൊടുത്തിട്ട് പിന്നെ വീണ്ടും അടുക്കളയിൽ വന്നിട്ട് എല്ലാം ഉണ്ടാക്കുമായിരുന്നു. കാരണം നമ്മൾ ഈ അമ്പലത്തിൽ പോകുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ഏട്ടന് ഡ്യൂട്ടി ഉണ്ട്, മോർണിംഗ് ഡ്യൂട്ടിയാണ്. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സെയിം കറിയും സംഭവങ്ങളൊക്കെ നാളേക്ക് മുമ്പ് എടുക്കാമല്ലോ. അതുകൊണ്ട് നേരത്തെ എല്ലാം ഉണ്ടാക്കി വെച്ചു. ദെൻ നമ്മൾ പോകുന്ന വഴിയിലെ ഒന്നും എടുത്തില്ല, ഡയറക്റ്റ് അവിടെ എത്തി. കാരണം ഉച്ച നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ ഭയങ്കര ടയേർഡായ പോലെ തോന്നി. ചൂട് തുടങ്ങി ഇവിടെ. അതുകൊണ്ട് ഭയങ്കര ഒരു ക്ഷീണം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര കണ്ടോ, നല്ല വെയിലാണ്. കുഞ്ഞിപ്പണിന് എൻ്റെ ഷോൾ വെച്ചിട്ട് ഇങ്ങനെ ഏട്ടൻ പൊതിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നല്ലൊരു വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ടെമ്പിളിൽ. നമ്മൾ കയറുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു സെക്യൂരിറ്റി ചെക്കിൻ ഉണ്ട്. ആ ഒരു ചെക്കിൻ കഴിഞ്ഞ് ബാഗൊക്കെ അവർ ചെക്ക് ചെയ്യും. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഈ ഒരു കയറുന്ന ഏരിയ ആണിത്. ഇവിടെ നമുക്ക് വണ്ടി അവൈലബിൾ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു വണ്ടി അവൈലബിൾ ആണ്. അമ്പലം കുറച്ച് മേലെയാണ്, എനിക്കൊന്ന് 2 ലെയർ മേലേക്ക് പോകണം എന്ന് തോന്നുന്നു. അപ്പോൾ അവിടത്തേക്ക് നമുക്ക് ഈ ചൂടത്ത് നടന്ന് പോകുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ബാഗിനെ കാത്തുനിന്ന് അതിൽ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ അതിൽ നമ്മളെല്ലാവരും കയറി അമ്പലത്തിൻ്റെ മേലേക്ക് പോവാണ്. അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പോഴും പണി നടന്നുകൊണ്ടുണ്ട്. അവിടെ പണിക്കാർ ഒരു വശത്ത് ഉണ്ടായിരുന്നു. അവിടെ വലിയൊരു വാക്കിംഗ് ഏരിയ കഴിഞ്ഞിട്ട് പിന്നെ ഒരു അമ്പലം, അങ്ങനെയാണ് അവിടെ അവർ പണിത് വെച്ചേക്കുന്നത്. നന്നായിട്ടുണ്ട് അമ്പലം കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഉൾവശത്ത് കുറേ കാര്യങ്ങളില്ല. അങ്ങനെ എന്താ പറയുക, എനിക്ക് മറ്റേ നമ്മുടെ ഈ ജബലലി ടെമ്പിളിൽ പോയ അത്ര ഉള്ളിലില്ലാന്ന് തോന്നി. അറിയില്ല, എനിക്കങ്ങനെ തോന്നിയതാണോന്ന്. പക്ഷെ എന്നാലും നന്നായിട്ട് അവർ എല്ലാം സംഭവങ്ങളും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നന്നായിട്ടെല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ ഒരു മാർബിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ സെക്യൂരിറ്റിനോട് ചോദിച്ചു, ഈ ചൂടത്ത് എങ്ങനെ ഇത്രയും മാർബിളാണെന്ന് തോന്നുന്നു, ചവിട്ടി എങ്ങനെ അകത്തേക്ക് അവിടത്തെ വരെ പോകുന്നു. പക്ഷെ അവർ പറഞ്ഞു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള മാർബിളാണ്, അതുകൊണ്ട് നമുക്ക് ചൂട് ഫീൽ ചെയ്യില്ല. സത്യമാണ്, നമ്മൾ ആ മാർബിളിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ആ ചൂട് ഫീൽ ചെയ്യില്ല. നല്ല തണുപ്പാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ നമ്മളെ ഷൂസും ചെരുപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഏരിയ അവർ പ്രത്യേകം അവിടെ പണിത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെരുപ്പൊന്നും അങ്ങനെ മിസ്സായി പോവില്ല. ഓരോരോ കൗണ്ടർ പോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ട്രോളറൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞുണ്ടായതുകൊണ്ട് സ്ട്രോളർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കീപ്പ് ചെയ്യാനൊരു പ്രത്യേക ഏരിയ അവർ അവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ നമ്മൾ കയറിയ പാടെ അവിടെ ഒരു ചെറിയൊരു ഷോപ്പ് പോലെയുണ്ട്. നമുക്ക് എന്തെങ്കിലും ടെമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതായത് കുറേ ടീഷർട്ട്, കുറേ ഈ എന്താണ് ടെമ്പിളിൻ്റെ കുറേ സ്റ്റാച്യൂസ്, അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് അഫോർഡബിളായി തോന്നി. കാരണം സാധാരണ ഇങ്ങനത്തേനൊക്കെ നല്ല വില പറയാറുണ്ട്, പക്ഷേ അതൊക്കെ ഇവിടെ ഈ മന്ദിറിൽ കുറച്ച് അഫോർഡബിളായിട്ട് എനിക്ക് തോന്നി. നമ്മളൊന്നും വാങ്ങിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു. അതിൻ്റെ സൈഡിലാണ് ഈ ഒരു ബെല്ല് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ ഒരു ബെല്ലിൽ നമുക്ക് ടച്ച് ചെയ്ത് സൗണ്ട് ഉണ്ടാക്കാം. അതിനൊന്നും ആരും ഒന്നും പറയില്ല. അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് 2-3 പ്രാവശ്യം ബെല്ലിൽ സൗണ്ടൊക്കെ ഉണ്ടാക്കിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഷോപ്പ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നതാണ്. അതിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, ബാഗ്, ഈ പറഞ്ഞ പോലെ ക്ലോത്ത്, എന്തൊക്കെയോ ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടതിന് ശേഷം നേരെ ഇതാ അമ്പലത്തിലേക്ക് കിടക്കുവാണ്. അമ്പലത്തിന് ഒരു വലിയ സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് കയറാൻ പറ്റാത്തവർക്ക് ലിഫ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ലിഫ്റ്റൊന്നും യൂസ് ചെയ്തില്ല, കാരണം എന്തായാലും നമുക്ക് കാലിന് വയ്യായികയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് കയറാമെന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും കൂടി അങ്ങനെ നേരെ അമ്പലത്തിലെ മേലേക്ക് കയറി എത്തി. സ്റ്റെപ്പൊന്നും ഈ പറഞ്ഞ പോലെ എക്സസൈസൊന്നും ഇല്ലാത്ത കാരണം നല്ല കിതപ്പുണ്ടായിരുന്നു മേലേക്ക് കയറിയപ്പോൾ. പക്ഷേ എന്നാലും പിന്നെ ആ ചൂടിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് വേഗം കയറി. കുടയൊക്കെ പിടിച്ചിട്ടുണ്ടായി. കുഞ്ഞുള്ള കാരണം നല്ല വെയിലിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് മോക്ക് കുടയെല്ലാം ചൂടി. അങ്ങനെ പെട്ടെന്ന് കയറി മേലെ എത്തിയപ്പം ഭയങ്കര മേലെ എത്തിയപ്പം ഭയങ്കര ഒരു മെഡിറ്റേഷൻ മ്യൂസിക് അവരവിടെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഗ്ലോയിങ് ആയിട്ട് തോന്നി ആ ഒരു മ്യൂസിക് നമുക്ക് കേൾക്കുമ്പം. അതുപോലെ തന്നെ ഭയങ്കര കാമാണ് ആ ഒരു ഏരിയ. അവിടുത്തെ സെക്യൂരിറ്റീസ് ആരെങ്കിലും സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വന്ന് പറയുന്നുണ്ട് സൗണ്ട് ഉണ്ടാക്കില്ലെന്ന്. അതുകൊണ്ട് ഭയങ്കര കാമായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തോ ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു മേലെ എത്തിയപ്പോൾ. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. അവർ അത്ര ടെഡിയായിട്ട് എല്ലാം വെച്ചിട്ടുണ്ട്. ഒരു പൊടിയോ ഒന്നുമില്ല അവിടെ കേട്ടോ. നമ്മളതുകൊണ്ട് ആ ഫ്ലോറിൽ മോളെ ഇരുത്തി. ആ മോള് കുറേ നേരം അവിടെ നിന്ന് കുറേ കളിച്ചായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറത്തുള്ള ഒരു വ്യൂ. പിന്നെ നമ്മൾ കയറുന്നതിന് മുന്നേ തന്നെ കുറച്ച് നേരം മോളെ അവിടെ നിർത്തി മോളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മോക്കും ഇത് പറഞ്ഞ പോലെ കുറേ ഏരിയ കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. എന്തോ ഒരു പ്ലേ ഏരിയ പോലെയാണ് മോളതിന് കണ്ടത്. ഭയങ്കരമായിട്ട് കുറേ കളിച്ചു. അവിടെ നിന്ന് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടൊക്കെ കുറേ കളിച്ചു മോള്. പിന്നെ ഈ ഒരു ഏരിയ കഴിഞ്ഞതിന് ശേഷം നമുക്കവിടെ വീഡിയോഗ്രാഫിയോ ഫോട്ടോഗ്രാഫിയോ ഒന്നും അലൗഡ് അല്ല. അത് കാരണം നമ്മൾ അവിടെ നിന്ന് ഒന്നും എടുക്കാനൊന്നും നിന്നിട്ടില്ല. പുറത്തിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ പോയപ്പോൾ ഒരു പൂജ ടൈമായ കാരണം കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം പൂജ നടക്കുന്ന കാരണം ശിവനും പാർവതിയാണ് മെയിനായിട്ട് അവിടെ. അപ്പോൾ അത് ആ ഒരു മന്ദിരം അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ താഴേക്ക് ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് ഫുഡ് കോർട്ട് പോലുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടുന്ന് കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ നല്ല അടിപൊളി ഏരിയ കേട്ടോ, കണ്ടോ. പിന്നെ അവിടുന്ന് ഇറങ്ങി നേരെ പ്രസാദമുണ്ട്. അപ്പം തന്നെ നമ്മൾക്ക് വിശന്ന് നമ്മളെല്ലാവരും പട്ടിയായി എന്ന് പറയാം. നല്ലോണം വിശന്നു. വെയിൽ കൊണ്ട് എൻ്റെ എല്ലാം കൊണ്ടും ആകെ ക്ഷീണം പിടിച്ചുപോയി. അപ്പോൾ നേരെ ഇപ്പം നമ്മൾ പോകുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ പ്രസാദം വാങ്ങാനാണ്. ഞാൻ വിചാരിച്ചത് നമ്മളെ നാട്ടിലുള്ള പോലത്തെ ശർക്കര പായസം പോലത്തെ പ്രസാദമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനത്തെ പ്രസാദമല്ല. ഇത് നമ്മളെ നാട്ടിലെ പുലാവില്ലേ, അതിൻ്റെ സെയിം കൺസിസ്റ്റൻസി ആയിരുന്നു. അത് കുറച്ച് ലൂസായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രസാദം എന്ന് പറഞ്ഞൊരു കൗണ്ടർ ഉണ്ട് ഇവിടെ. അവിടെ നമ്മൾ ക്യൂ അങ്ങനെ വലിയ തിരക്ക്, നമ്മൾ ഉച്ചക്ക് പോയതുകൊണ്ടാണോ വലിയ തിരക്ക് ഉണ്ടായിട്ടില്ല അമ്പലത്തിൽ. പക്ഷേ വൈകുന്നേരം നമ്മൾ ഇറങ്ങാൻ നേരം ആയപ്പോൾ വൈകുന്നേരമായി. അപ്പം കുറേ ആൾക്കാർ വന്നുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മളെ പാളയില്ലേ, പാളേൻ്റെ ഒരു കപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് അതിലാണ് പ്രസാദം തരുന്നത്. നമുക്ക് വേണ്ടത്ര പ്രസാദം അവിടെ നിന്ന് എടുക്കാം കേട്ടോ. ഞാൻ കണ്ടിട്ട് എൻ്റെ വിശപ്പ് കാരണം ആർത്തി മൂത്തിട്ട് 2 പ്രസാദം എടുത്തു. പക്ഷേ അതെനിക്ക് ഫുള്ളും തിന്ന് തീർക്കാൻ പറ്റിയിട്ടില്ല. ഭയങ്കര മസാല പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് കാരണം വെറും വയറ്റിൽ ഗ്യാസ് കയറിയിട്ട് മസാല തിന്നിട്ട് പ്രശ്നമുണ്ട് വെച്ചിട്ട് ഒന്ന് തിന്നു. പക്ഷേ ടേസ്റ്റ് ഇല്ല, ഒന്നുമില്ല. ആ വിശപ്പിന് തിന്നുമ്പോൾ നന്നായിട്ടുണ്ട്. പക്ഷേ ആ ഒരു മസാലേൻ്റെ കുത്ത് കുറച്ച് അധികം ഉള്ളതായി തോന്നി. ഒക്കെ ഉണ്ടോ. ഇതാണ് പ്രസാദം.
കാണാൻ നല്ല അടിപൊളിയാണ്. നല്ല അവരുടെ ഒരു രീതിയിലുള്ള പ്രസാദമായിരിക്കും. അപ്പം അങ്ങനെ പ്രസാദം കഴിച്ച് നേരെ വീണ്ടും താഴേക്ക് വന്നു. നമ്മൾ നേരെ വണ്ടി കയറി. പിന്നെ നമ്മൾ നേരെ പോയത് അബുദാബി തന്നെയുള്ളത് മോസ്കിലേക്കാണ്, ഗ്രാൻഡ് മോസ്കിലേക്കാണ് പോയത്. അതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവരെ ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.